ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ബിജെപിയുടെ പ്രകടന പത്രികയിലുള്ളത്. വനിതകൾക്ക് പ്രതിമാസം 2500 രൂപയും ബസ്സുകളിൽ സൗജന്യ യാത്രയുമാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. അതേപോലെ ഗർഭിണികൾക്ക് 21,000 രൂപ നൽകും. പാചകവാതക സിലിണ്ടറിന് 500 രൂപ സബ്സിഡി. ഹോളിക്കും ദീപാവലിക്കും സിലിണ്ടർ സൗജന്യമാണ്. അധികാരത്തിൽ വന്നാൽ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ വാഗ്ദാനങ്ങൾ പാസാക്കുമെന്നും ബിജെപി. महिला समृद्धि योजना के तहत प्रति माह 2500 रुपये महिलाओं को दिया जाएगा और पहली कैबिनेट मीटिंग में महिला समृद्धि योजना फर्स्ट कैबिनेट मीटिंग में पारित किया जाएगा. 21,000 रुपये प्रति प्रेग्नेंट मदर को चीफ मिनिस्टर के सुरक्षा मातृत्व सुरक्षा योजना के तहत वह भी दिया जाएगा. जो हमारी गरीब बहनें हैं, जो गरीब परिवार हैं, उनको 500 रुपये का सिलेंडर पर सब्सिडी दी जाएगी और साथ ही साथ JP നദ്ദയുടെ വാക്കുകളാണ് കേട്ടത്. അർജുൻ പീതാംബരനുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. അർജുൻ, ഇങ്ങനെ വലിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപനങ്ങളും സൗജന്യ പദ്ധതികളും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഡൽഹി പിടിച്ചെടുക്കിയത്. ഇപ്പോൾ BJPക്കിടെ ഈ പ്രഖ്യാപനങ്ങൾ അത് ഡൽഹിയെ തിരിച്ചുപിടിക്കാൻ മാത്രമുണ്ടോ? എന്തൊക്കെയാണ് ഈ പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ? വൻപൻ പ്രഖ്യാപനങ്ങളാണ് ഈ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടും കൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് BJP ഇത്തവണ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് ഒപ്പം പിടിക്കാൻ, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയേക്കാൾ ഒരു മുഴം മുൻപേ എത്തിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു. ഇന്ന് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിരുന്നു. ആ ദിവസം തന്നെയാണ് ഈ പ്രകടന പത്രികയുടെ ആദ്യ ഭാഗം പുറത്തുവിട്ടിരിക്കുന്നത്. ആദ്യ ഭാഗമാണ് വനിതകളെയും അതുപോലെ തന്നെ വയോജനങ്ങളെയും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ആദ്യ ഭാഗങ്ങളിലെ പ്രഖ്യാപനങ്ങളെല്ലാം വന്നിരിക്കുന്നത്. ഈ വനിതാ സമൃദ്ധി യോജന പ്രതിമാസം 2500 രൂപ എന്നുള്ള വാഗ്ദാനം, സമാനമായിട്ടുള്ള വാഗ്ദാനങ്ങൾ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും നടത്തിയിട്ടുണ്ട്. 2100 രൂപയാണ് ആം ആദ്മി പാർട്ടി, അതുപോലെ തന്നെ 2500 രൂപ തന്നെ കോൺഗ്രസും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ദീപാവലിക്കും ഹോളിക്കും സൗജന്യ സിലിണ്ടറുകൾക്ക് മാത്രം 500 രൂപ സബ്സിഡി. വനിതകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഇപ്പോൾ ഉണ്ട്, അത് തുടരുമെന്നുള്ള കാര്യം തന്നെ BJP അധികാരത്തിൽ വന്നാലും അത് തുടരുമെന്നുള്ള കാര്യം പറയുന്നു. ഒപ്പം തന്നെ പെൻഷനാണ് വയോധികർക്കും ഭിന്നശേഷിക്കാർക്കും 3000 രൂപ പെൻഷൻ, 60 മുതൽ 70 വരെ പ്രായമുള്ളവർക്ക് 2500 രൂപ പെൻഷൻ. അതിനപ്പുറത്തേക്ക് ഈ ആയുഷ്മാൻ ഭാരതിന് കീഴിൽ ഡൽഹി സർക്കാരിൻ്റെ മാത്രം 5 ലക്ഷം രൂപ ആരോഗ്യ ഇൻഷുറൻസ് 70 വയസ്സിൽ മുകളിൽ പ്രായമുള്ളവർക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നേരത്തെ തന്നെ 5 ലക്ഷം രൂപയുണ്ട്. അതിന് പുറമെ 5 ലക്ഷം രൂപ കൊടുത്ത് ഡൽഹിക്കാർക്ക് മാത്രം 10 ലക്ഷം രൂപയായി മാറും ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ വയോജനങ്ങൾക്കും സ്ത്രീകൾക്കും കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള പ്രഖ്യാപനമായിരുന്നു. ഇനി രണ്ടാം ഭാഗമുണ്ട് ഈ പ്രകടന പത്രികയുടെ സങ്കല്പ പത്രിക എന്നുള്ളതാണ് BJP അവരുടെ ഭാഷയിൽ പറയുന്നത്. ആ രണ്ടാം ഭാഗത്തിൽ യുവജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക, വാഗ്ദാനങ്ങൾ ഉണ്ടാവുക. അങ്ങനെ എല്ലാ രീതിയിലും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി, ഡൽഹിയിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ശ്രമങ്ങളുമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രണ്ടും കൽപ്പിച്ച് വമ്പൻ പ്രഖ്യാപനങ്ങളുമായി വാഗ്ദാനങ്ങളുമായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് BJP.